A warm welcome to one and all to Savinus Maths Plus. Good morning dear students. Relations and Functions ന്റെ എട്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ആണ് പറഞ്ഞത്. ഇന്ന് ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് ബോർഡ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് ബോർഡ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്കിത് ഇന്നത്തെ പ്രോബ്ലം മനസ്സിലാവുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. എന്തൊക്കെയാണ്? വൺ ഓർ ഇൻജക്റ്റീവ് ഫംഗ്ഷൻ. വൺ അല്ലെങ്കിൽ ഇൻജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്ന അർത്ഥം x1 നോട്ട് ഈക്വൽ ടു x2 ഇംപ്ലൈസ് f of x1 നോട്ട് ഈക്വൽ ടു f of x2. x1ഉം x2ഉം ഡിഫറെന്റ് അല്ലെങ്കിൽ അതിന്റെ ഇമേജസ് എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. x1ഉം x2ഉം ഡിഫറെന്റ് ആണെങ്കിൽ അതിന്റെ ഇമേജസും എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ഡിഫറെന്റ് എലിമെന്റ്സ് ഹാവ് ഗോട്ട് ഡിഫറെന്റ് ഇമേജസ്. നമ്മൾ പ്രോബ്ലത്തിൽ നമ്മളെ എങ്ങനെ ഉപയോഗിക്കുന്നത് നല്ലത്? ഇത് തന്നെ നമുക്ക് വേറെ രീതിയിൽ എങ്ങനെ പറയാം? f of x1 ഈക്വൽ ടു f of x2 ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2. അപ്പൊ എങ്ങനെ നമ്മൾ ഫംഗ്ഷൻ 1 ആണെന്ന് പ്രൂവ് ചെയ്യാം? ടേക്ക് f of x1 ഈക്വൽ ടു f of x2. f of x1 ഈക്വൽ ടു f of x2 എന്ന് എടുക്കുക. എന്നിട്ട് എന്ത് പ്രൂവ് ചെയ്യുക? x1 ഈക്വൽ ടു x2 എന്ന് പ്രൂവ് ചെയ്യാം. 1 അല്ലെങ്കിൽ നമ്മൾ അതിനെന്താ പറയാ? മെനി വൺ എന്ന് പറയും. മെനി വൺ ഫംഗ്ഷൻ എന്നാൽ നോട്ട് 1 മെനി വൺ എന്ന് പറഞ്ഞാൽ അർത്ഥം 2 or more elements have the same image. രണ്ടോ അതിലധികമോ എലിമെന്റ്സിന് ഒരേ ഇമേജ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെന്താണ്? മെനി വൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞതാണ്. ഇനി പിന്നെ പറഞ്ഞത് ഇൻടു ആൻഡ് ഓൺ ടു ഫംഗ്ഷൻ മീൻസ് റേഞ്ച് ഇസ് ഈക്വൽ ടു കോഡൊമെയ്ൻ. റേഞ്ചും കോഡൊമെയ്നും ഈക്വൽ ആവുക. റേഞ്ചും കോഡൊമെയ്നും ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം കോഡൊമെയ്നിലെ എല്ലാ എലിമെന്റിനും എന്തുണ്ടാവും? പ്രീ ഇമേജ് ഉണ്ടാവും. എവറി എലിമെന്റ് ഇൻ ദ കോഡൊമെയ്ൻ വിൽ ഹാവ് പ്രീ ഇമേജ് ഇൻ ദ ഡൊമൈൻ. ഇനി നമ്മൾ എങ്ങനെ ഫംഗ്ഷൻ ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യും? ഫംഗ്ഷൻ ഓൺ ടു ആണെങ്കിൽ നമുക്കറിയാം കോഡൊമെയ്നിലെ എല്ലാ എലിമെന്റിനും എന്തുണ്ടാവും? പ്രീ ഇമേജ് ഉണ്ടാവും. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ടേക്ക് y ബിലോങ് ടു ദ കോഡൊമെയ്ൻ. കോഡൊമെയ്നിലെ എലിമെന്റ് y ആയിട്ട് എടുത്തു. സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് പ്രൂവ് ദാറ്റ് ദർ ഈസ് എ എലിമെന്റ് x ഇൻ ദ ഡൊമൈൻ. ഡൊമൈനിൽ x എന്ന് പറയുന്ന ഒരു എലിമെന്റ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. പിന്നെ തേർഡ് സ്റ്റെപ്പ് എന്താണ്? f of x ഈക്വൽ ടു y ആണെന്ന് പ്രൂവ് ചെയ്യണം. എക്സിന്റെ ഇമേജ് ആണ് y എന്ന് പ്രൂവ് ചെയ്യാം. ഈ 3 സ്റ്റെപ്പിലൂടെ നമുക്കൊരു ഫംഗ്ഷൻ എന്താണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും? ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓൺ ടു അല്ലാത്ത ഫംഗ്ഷനെ നമ്മൾ എന്ത് പറയും? ഇൻടു ഫംഗ്ഷൻ എന്ന് പറയും. ഇൻടു മീൻസ് ഫംഗ്ഷൻ വിച്ച് ഈസ് നോട്ട് ഓൺ ടു. Then bijective function or bijection means function which is both 1 and onto. 1 onto ആയിട്ടുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയാ? ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയാം. ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ഫംഗ്ഷൻ f a to b where a is equal to set 1 2 3 and b is equal to set 4 5 6 defined by f of 1 equal to 5, f of 2 is equal to 6 and f of 3 is equal to 4. The first part is check whether f is a bijection and second part write f inverse as the set of ordered pairs. ഇതൊരു 2018 ക്വസ്റ്റ്യൻ ആണ്. മോഡൽ 2018 ക്വസ്റ്റ്യൻ. ഇവിടെ എന്തൊക്കെയാ പറഞ്ഞു നോക്ക്. a is equal to set 1 2 3. a എന്ന് പറഞ്ഞാൽ സെറ്റ് 1 2 3 ആണ്. b എന്ന് പറഞ്ഞാൽ സെറ്റ് 4 5 6 ആണ്. f of 1 is equal to 5. എന്താ f of 1 എന്ന് പറഞ്ഞാൽ 1 ന്റെ ഇമേജ്. f of 1 എന്ന് പറഞ്ഞാൽ 1 ന്റെ ഇമേജ് 5. f of 2 is equal to 6. 2 ന്റെ ഇമേജ് എന്താണ്? 6. f of 2 is equal to 6. f of 3 is equal to 4. 3 ന്റെ ഇമേജ് എന്താണ്? 4 ആണ്. സിമ്പിൾ. ഈ ഫംഗ്ഷൻ ചെക്ക് വെദർ f is a bijection. ബൈജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബോത്ത് 1 and on 2. ബൈജക്ഷൻ എന്ന് പറഞ്ഞാൽ 1 ആവണം, on 2 ആവണം. ഇവിടെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള എലിമെന്റ്സ്, അതിന് ഇമേജസും വ്യത്യസ്തമല്ലേ? 1 ഇമേജ് 5, 2 ഇമേജ് 6, 3 ഇമേജ് 4. ഡിഫറെന്റ് എലിമെന്റ്സ് ഹാവ് ഗോട്ട് ഡിഫറെന്റ് ഇമേജസ്. വ്യത്യസ്തമായിട്ടുള്ള എലിമെന്റ്സിന് എന്തുണ്ട്? വ്യത്യസ്തമായിട്ടുള്ള ഇമേജസ് ഉണ്ട്. സോ ദിസ് ഫംഗ്ഷൻ ഈസ് 1 1. ആ ഫംഗ്ഷൻ എന്താണ്? 1 1 ആണ്. ഓൺ ടു മീൻസ് റേഞ്ച് ഇസ് ഈക്വൽ ടു കോഡൊമെയ്ൻ. ഇവിടെ ഓൺ ടു ആണ്. റേഞ്ച് എന്താണ്? 4 5 6. ഇമേജുകളുടെ സെറ്റ് ആണ് റേഞ്ച്. അപ്പൊ റേഞ്ച് എത്രയാ? ഇമേജുകൾ ഏതൊക്കെയാ? 1 ഇമേജ് 5, 2 ഇമേജ് 6, 3 ഇമേജ് 4. ഇമേജിന്റെ സെറ്റ് 4 5 6. അത് തന്നെയാണ് കോഡൊമെയ്ൻ ബി. So here range is equal to codomain. Range is equal to codomain. Therefore on 2. ഇവിടെ എന്താണ്? on 2 ആണ്. ഇവിടെ റേഞ്ച് എന്താണ്? 4 5 6 ആണ്. റേഞ്ച് ഇസ് ഈക്വൽ ടു കോഡൊമെയ്ൻ ഇസ് ഈക്വൽ ടു സെറ്റ് 4 5 6. റേഞ്ചും കോഡൊമെയ്നും രണ്ടും എന്ത് തന്നെയാണ്? ഇവിടെ 4 5 6 തന്നെയാണ്. Therefore since range is equal to codomain, the function is on 2. So this function is 1 1 and on 2. അല്ലെങ്കിൽ on 2 ആവണമെങ്കിൽ എന്താവണം? നമ്മൾ പറഞ്ഞത് കോഡൊമെയ്നിലെ എല്ലാ എലിമെന്റിനും എന്ത് വേണം?
pre-image ആവണം. On2 ഫംഗ്ഷൻ ആണെങ്കിൽ every element in the codomain has pre-image. കോഡമൈനിലെ എല്ലാ എലിമെന്റിനും എന്ത് വേണം? pre-image വേണം. ഇവിടെ 4ന് pre-image ഉണ്ട് 3, 5ന് pre-image ഉണ്ട് 1, 6ന് pre-image ഉണ്ട് 2. അപ്പോൾ കോഡമൈനിലെ എല്ലാ എലിമെന്റിനും എന്തുണ്ട്? pre-image ഉണ്ട്. അതുകൊണ്ട് ഇത് on2 ആണ്. So this function is 1 1 ആവാൻ കാരണം എന്താണ്? വ്യത്യസ്തമായിട്ടുള്ള എലിമെന്റ്സിന്റെ ഇമേജസും വ്യത്യസ്തമാണ്. ഏത് രണ്ട് എലിമെന്റ്സ് എടുത്താലും ഒരേ ഇമേജ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് 1 1 ആണ്, on2 ആണ്. So the answer of the first part is this function is a bijection. ഈ ഫംഗ്ഷൻ എന്താണ്? 1 1 ഉം on2 ആയതുകൊണ്ട് this function is 1 1 and on2, therefore this is a bijection. Write F inverse as the set of ordered pairs. F inverse നമുക്കറിയാം എങ്ങനെ എഴുതാമെന്ന്. ഇൻവേഴ്സ് റിലേഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. Write F inverse as a set of ordered pairs. F inverseന്റെ ordered pairs ആയിട്ട് എഴുതാനാണ് പറഞ്ഞത്. F നെ ordered pair ആയിട്ട് എഴുതാം. F is equal to, F ന്റെ ordered pair 1ന്റെ ഇമേജ് 5 ആണ്. F of 1 is equal to 5. 1ന്റെ ഇമേജ് 5. അപ്പോൾ നമ്മൾ ordered pair ആയിട്ട് എങ്ങനെ എഴുതാം? 1 5. 1ന്റെ ഇമേജ് ആണ് 5. F of 2 is equal to 6. F of 2 is equal to 6. അപ്പോൾ ordered pair എങ്ങനെ എഴുതാം? 2 6. F of 3 is equal to 4. 3ന്റെ ഇമേജ് 4. അപ്പോൾ ordered pair ആയിട്ട് എങ്ങനെ എഴുതാം? 3 4. So the given function is 1 5 2 6 3 4. So what will be F inverse? F inverse എഴുതണമെങ്കിൽ ഈ ordered pairകളിലെ ഓരോ എലിമെന്റും തിരിച്ചെഴുതിയാൽ മതി. നമ്മൾ ഇൻവേഴ്സ് റിലേഷൻ പറഞ്ഞതാണ്. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിൽ റിലേഷൻസ് എടുത്തപ്പോൾ നമ്മൾ ഇൻവേഴ്സ് റിലേഷൻ പറഞ്ഞതാണ്. അപ്പോൾ 1 5 എന്നുള്ളത് എന്ത് എഴുതാം? 5 1 എഴുതാം. 2 6 എന്നുള്ളത് എങ്ങനെ എഴുതാം? 6 2 എഴുതാം. 3 4 എന്നുള്ളത് എങ്ങനെ എഴുതാം? 4 3 എഴുതാം. സോ ദിസ് ഈസ് ദ ഫംഗ്ഷൻ F ഇൻവേഴ്സ്. ഈ ഫംഗ്ഷൻ എന്താണ്? F ഇൻവേഴ്സ് ആണ്. സെക്കൻഡ് പാർട്ട് എന്താണ്? റൈറ്റ് F ഇൻവേഴ്സ് ആസ് എ സെറ്റ് ഓഫ് ഓർഡേർഡ് പെയർസ്. F ഇൻവേഴ്സിനെ ഓർഡേർഡ് പെയറിന്റെ സെറ്റ് ആയിട്ട് എഴുതാൻ. അപ്പോൾ നമ്മൾ Fനെയും F ഇൻവേഴ്സിനെയും ഓർഡേർഡ് പെയർസിന്റെ സെറ്റ് ആയിട്ട് എഴുതി. ഇതൊരു മോഡൽ 2018 ക്വസ്റ്റ്യൻ ആണ്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ f n to n defined as f of n equal to 3n plus 2 is 1 1 but not on 2. ഇതൊരു മോഡൽ 2019 ക്വസ്റ്റ്യൻ ആണ്. f n to n ഇവിടെ n ൽ നിന്നും n ലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ്. n എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 എക്സെട്ര അല്ലേ? നാച്ചുറൽ നമ്പേഴ്സ് ഏതാണ്? 1 2 3 എക്സെട്ര. അപ്പോൾ n ൽ നിന്നും n ലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ് f of n equal to 3n plus 2. ഈ ഫംഗ്ഷൻ f of n 3n plus 2 is 1 1 but not on 2. 1 1 ആണെന്ന് പ്രൂവ് ചെയ്യണം, on 2 അല്ലാതെ പ്രൂവ് ചെയ്യണം. അപ്പോൾ എങ്ങനെ നമ്മൾ 1 1 നോക്ക്? 1 1 എങ്ങനെ ചെക്ക് ചെയ്യാം? ഒരു ഫംഗ്ഷൻ 1 1 ആണെങ്കിൽ f of x1 equal to f of x2 implies x1 equal to x2. അപ്പോൾ f of x1 equal to f of x2 എന്ന് എടുക്കാം. f of n equal to 3n plus 2. അപ്പോൾ ആദ്യം നമ്മൾ എന്തെടുക്കണം? f of x1 equal to f of x2 എടുക്കാം. f of x1 equal to f of x2 implies, ഇപ്പോൾ നോക്ക്, f of n equal to 3n plus 1. അപ്പോൾ f of x1 എന്തായിരിക്കും? n ന് പകരം x1 എന്ന് കൊടുക്കാം. അപ്പോൾ 3x1 plus 2 is equal to f of x2. f of x2 കാണണമെങ്കിൽ f of n ആണത്. f of x2 കാണണമെങ്കിൽ n ന് പകരം x2 കൊടുക്കുക. അപ്പോൾ 3x2 plus 2. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും ഈ 2 2 ക്യാൻസൽ ചെയ്യാം. 3x1 equal to 3x2. 3x1 equal to 3x2. That implies രണ്ട് സൈഡിലും നമ്മൾ എന്തോടെ ഡിവൈഡ് ചെയ്യാം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അല്ലെങ്കിൽ ഈ 3 ക്യാൻസൽ ചെയ്യാം രണ്ട് സൈഡിലും. അപ്പോൾ x1 equal to x2. That means f of x1 equal to f of x2 implies f of x1 equal to f of x2 implies x1 equal to x2. Therefore it is 1 1. അപ്പോൾ ആ ഫംഗ്ഷൻ എന്താണ്? 1 1 ഫംഗ്ഷൻ ആണ്. അപ്പോൾ 1 1 പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? f of x1 equal to f of x2 എന്ന് എടുക്കുക. എന്നിട്ട് എന്ത് പ്രൂവ് ചെയ്യുക? x1 equal to x2 എന്ന് പോയി. അപ്പോൾ f of n equal to 3n plus 2 ആണ്. f of x1 equal to f of x2 എന്ന് എടുക്കുക. അപ്പോൾ എന്തായിരിക്കും? f of x1 n ന് പകരം x1 എഴുതി. 3x1 plus 2 equal to f of x2 എന്താണ്? 3x2 plus 2. രണ്ട് സൈഡിലും ഈ 2 ക്യാൻസൽ ചെയ്തു. അപ്പോൾ 3x1 equal to 3x2. അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അല്ലെങ്കിൽ ഈ രണ്ട് 3യും ക്യാൻസൽ ചെയ്തു. അപ്പോൾ x1 equal to x2 കിട്ടി. അപ്പോൾ f of x1 equal to f of x2 implies x1 equal to x2. f of x1 equal to f of x2 implies x1 equal to x2. Therefore the function f is f of n equal to 3n plus 2
ഈസ് 1 1. ഇനി ഇത് ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇത് ഓൺ ടു അല്ലാതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഓൺ ടു ആണോ നമ്മൾ ചെക്ക് ചെയ്യാൻ നമുക്ക് ഓൺ ടു പ്രൂവ് ചെയ്യാൻ നമുക്ക് 3 സ്റ്റെപ്പാണുള്ളത്. നമുക്കൊരു 3 സ്റ്റെപ്പായിട്ട് പറയാം. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടേക്ക് y ബിലോങ് ടു ദ കോഡൊമൈൻ. y കോഡൊമൈനിൽ എലിമെന്റ് ആയിട്ട് എടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? there is an element x in the domain. ഡൊമൈനിൽ x ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് ഇവിടെ y എന്ന് പറഞ്ഞ എലിമെന്റ് എടുക്കാം. ഇതല്ലേ കോഡൊമൈൻ, ഇത് ഡൊമൈൻ ആണ്, ഇതെന്താണ്? കോഡൊമൈൻ ആണ്. ഫംഗ്ഷന്റെ ആദ്യത്തെ ക്ലാസ് കാണാത്തവർ അത് കാണുക. അപ്പൊ അതിലൊക്കെ നമ്മൾ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇത് കോഡൊമൈൻ ആണ്. അപ്പൊ ടേക്ക് y ബിലോങ് ടു ദ കോഡൊമൈൻ. കോഡൊമൈൻ നമ്മൾ y എന്ന് പറഞ്ഞ ഒരു എലിമെന്റ് എടുത്തു. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? പ്രൂവ് ദാറ്റ് there is an element x in the domain. ഇപ്പൊ ഡൊമൈനിൽ ഒരു x എന്ന് പറഞ്ഞ എലിമെന്റ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. x അല്ല ഇവിടെ f of n ആയതുകൊണ്ട് ഡൊമൈനിൽ n എന്ന് പറഞ്ഞൊരു എലിമെന്റ് ഉണ്ട് നമ്മൾ പ്രൂവ് ചെയ്യണം. നമുക്ക് ടേക്ക് y ബിലോങ് ടു ദ കോഡൊമൈൻ. ടേക്ക് y ബിലോങ് ടു ദ കോഡൊമൈൻ. കോഡൊമൈൻ എന്താണ്? ഇവിടെ n ആണ്. കോഡൊമൈനും ഡൊമൈനും രണ്ടും n ആണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു ചെക്ക് ഓൺ ടു. ഈ ഫംഗ്ഷൻ ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ടേക്ക് y ബിലോങ് ടു ദ കോഡൊമൈൻ. y കോഡൊമൈനിലെ എലിമെന്റ് ആണെങ്കിൽ എന്തായിരിക്കും y? y എന്ന് പറഞ്ഞാൽ f ഓഫ് n അല്ലേ y? അല്ല, ഇവിടെ x അല്ലാതെ ഉള്ളൂ. സാധാരണ നമ്മൾ എന്താ പറയാ? f of x ഈക്വൽ ടു y. ഇവിടെ f of n ആണ്. f of n ഈക്വൽ ടു y ആണ്. അപ്പൊ y കോഡൊമൈനിലെ എലിമെന്റ് ആണെങ്കിൽ y എന്ന് പറഞ്ഞാൽ എന്താണ്? f of n ആണ്. അപ്പൊ f of n ഈക്വൽ ടു 3n plus 2. അപ്പൊ y യുടെ വാല്യൂ എന്താവണം? 3n plus 2. എന്നിട്ട് നമ്മൾ n കാണണം. ഡൊമൈനിൽ എന്തുണ്ടെന്നാ പ്രൂവ് ചെയ്യേണ്ടത്? n എന്ന് പറഞ്ഞ എലിമെന്റ് ഉണ്ടെന്നാ പ്രൂവ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് നമ്മൾ ആ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ടേക്ക് y ബിലോങ് ടു ദ കോഡൊമൈൻ. കോഡൊമൈനിൽ y എന്ന് പറഞ്ഞ എലിമെന്റ് എടുത്തു. കോഡൊമൈനിൽ y എന്ന് പറഞ്ഞ എലിമെന്റ് ഉണ്ടെങ്കിൽ y എന്താവണം? 3n plus 2 ആയിരിക്കണം. കാരണം f of n ആണ് y. സാധാരണ നമ്മൾ എന്താ എഴുതാം? f of x ഈക്വൽ ടു y. ഇവിടെ n ആയതുകൊണ്ട് f of n ഈക്വൽ ടു y എന്ന് എഴുതാം. അപ്പൊ f of n ആണ് y. അപ്പൊ f of n എന്താണ്? 3n plus 2 ആണ്. അപ്പൊ y ഈക്വൽ ടു 3n plus 2 എന്ന് എഴുതാം. ഇനി നമ്മൾ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഡൊമൈനിൽ n എന്ന് പറഞ്ഞ എലിമെന്റ് ഉണ്ട് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിൽ നമുക്ക് n ന്റെ വാല്യൂ കാണാം. ഇപ്പൊ നമുക്ക് y minus 2 ഈക്വൽ ടു 3n എന്ന് എഴുതാം. ഈ പ്ലസ് 2 നമ്മൾ ഇങ്ങോട്ട് എടുത്തു. -2 y minus 2 is equal to 3n. അപ്പൊ n ആണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഈ ഇൻറ്റു 3, അപ്പൊ 3n is equal to y minus 2. y minus 2 is equal to 3n എന്ന് പറഞ്ഞാൽ a is equal to b എന്ന് പറഞ്ഞാൽ b is equal to n എഴുതി കൂടെ. അപ്പൊ 3n is equal to y minus 2 ആണെങ്കിൽ n എന്തായിരിക്കും? y minus 2 by 3. അപ്പൊ കോഡൊമൈനിൽ y എന്ന് പറഞ്ഞ ഒരു എലിമെന്റ് ഉണ്ടെങ്കിൽ ഡൊമൈനിൽ n എന്ന് പറഞ്ഞ ഒരു എലിമെന്റ് ഉണ്ടാവും. പക്ഷെ ആ n ന്റെ വാല്യൂ എന്താണ്? y minus 2 by 3 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നമ്മളെ എല്ലാ കോഡൊമൈനിലെ എല്ലാ എലിമെന്റിനും പ്രീ ഇമേജ് ഉണ്ടാവണം. അപ്പൊ നമുക്ക് 2 ആണ് കൊടുത്തു നോക്കാം. n ന്റെ വാല്യൂ 2 ആണെന്ന് കൊടുക്കാം. അപ്പൊ y ഈക്വൽ ടു 2 എന്ന് കൊടുക്കാം. ഇഫ് y is equal to 2, y യുടെ വാല്യൂ കോഡൊമൈൻ ആണ്. കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. 1 2 3 4 എല്ലാ നാച്ചുറൽ നമ്പറിനും പ്രീ ഇമേജ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതെന്താവുള്ളൂ? ഓൺ ടു ആവുള്ളൂ. അപ്പൊ y യുടെ വാല്യൂ 2 എന്ന് കൊടുത്തു നോക്കാം. y 2 ആണെങ്കിൽ ഇഫ് y is equal to 2, what is n? n is equal to 2 minus 2 by 3. 2 minus 2 by 3. That is 0 by 3. 0 divided by non-zero number is 0. അപ്പോൾ y യുടെ വാല്യൂ 2 ആകുമ്പം n ന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. 0 എന്ന് പറഞ്ഞ നമ്പർ ഡൊമൈനിലുണ്ടോ? ഡൊമൈനിലില്ല. ഡൊമൈൻ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നാച്ചുറൽ നമ്പേഴ്സിൽ 0 ഇല്ല. നാച്ചുറൽ നമ്പേഴ്സ് അല്ല 1 2 3 4 5 6 7. അപ്പോ കോഡൊമൈനിൽ y എന്ന് പറഞ്ഞ എലിമെന്റ് ഉണ്ടെങ്കിൽ ഡൊമൈനിൽ n എന്ന് പറഞ്ഞ എലിമെന്റ് ഉണ്ട് എന്നാണ് പറയേണ്ടത്. അപ്പൊ കോഡൊമൈനിൽ y എന്ന് പറഞ്ഞ എലിമെന്റ് ഉണ്ടെങ്കിൽ y ഈക്വൽ ടു 3n plus 2 ആണ്. കാരണം അവിടെ ഫംഗ്ഷൻ 3n plus 2 ആണ്. അപ്പോ y minus 2 ഈക്വൽ ടു 3n, 3n is equal to y minus 2, n ഈക്വൽ ടു y minus 2 by 3. അപ്പൊ നമുക്ക് y ഈക്വൽ ടു 2 കൊടുക്കാം. ഇതിൽ ഏത് y വാല്യൂവിനും പ്രീ ഇമേജ് ഉണ്ടാവണം. അപ്പൊ y is equal to 2 കൊടുക്കാം. y ഈക്വൽ ടു 2 ആണെങ്കിൽ n എന്തായിരിക്കും? 2 minus 2 by 3. 2 minus 2 is 0. 0 by 3 is 0. അപ്പോൾ y യുടെ വാല്യൂ 2 ആണെങ്കിൽ n ന്റെ വാല്യൂ 0. 0 does not belong to n. 0 എന്ന് പറഞ്ഞ എലിമെന്റ് എവിടെ ഇല്ല? ഡൊമൈനിൽ ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പറഞ്ഞാലും ഇവിടെ 2 എന്ന് പറഞ്ഞ എലിമെന്റ് ഉണ്ടെങ്കിൽ ആ 2 എന്ന് പറഞ്ഞ എലിമെന്റിന് ഇവിടെ എന്തില്ല? പ്രീ ഇമേജ് ഇല്ല. ഇവിടെ 2 എന്ന് പറഞ്ഞാൽ y യുടെ വാല്യൂ 2 ആകുമ്പോൾ 2 ന് എന്തില്ല? പ്രീ ഇമേജ് ഇല്ല. y യുടെ വാല്യൂ 2 ആണെങ്കിൽ n ന്റെ വാല്യൂ 0 ആണ്. 0 എവിടെ ഇല്ല? ഡൊമൈനിലില്ല. So 2 does not have pre-image. That is 2 does not have pre-image.
2ന് എന്തില്ല? പ്രീ ഇമേജ് ഇല്ല. 2ന്റെ പ്രീ ഇമേജ് 0 ആണ്. 0 എന്തില്ല? ഡൊമൈൻ ഇല്ല. ഡൊമൈൻ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പൊ ഏതെങ്കിലും ഒരു എലിമെന്റിന്, കോഡൊമൈനിലെ ഏതെങ്കിലും ഒരു എലിമെന്റിന് പ്രീ ഇമേജ് ഇല്ലെങ്കിൽ ആ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ അല്ല? ഓൺ ടു ഫംഗ്ഷൻ അല്ല. Therefore f is not onto. onto ഫംഗ്ഷൻ ആവണമെങ്കിൽ എന്താവണം? onto ഫംഗ്ഷൻ ആവണമെങ്കിൽ കോഡൊമൈനിലെ ഏതൊരു എലിമെന്റ് എടുത്താലും അതിനൊക്കെ എന്തുണ്ടാവണം? പ്രീ ഇമേജ് ഉണ്ടാവണം ഡൊമൈനിൽ. onto ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കോഡൊമൈനിലെ എല്ലാ എലിമെന്റ്സിനും ഡൊമൈനിൽ എന്തുണ്ടാവണം? പ്രീ ഇമേജ് ഉണ്ടാവണം. ഇവിടെ നമ്മളിപ്പോ എന്താ പ്രൂവ് ചെയ്ത്? കോഡൊമൈനിലെ 2 എന്ന് പറഞ്ഞ എലിമെന്റിന് എന്തില്ല? പ്രീ ഇമേജ് ഇല്ല. ഒരു onto അല്ലാതെ പ്രൂവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അല്ലാതെ പ്രൂവ് ചെയ്യണമെങ്കിൽ ഈ കോഡൊമൈനിലെ ഏതെങ്കിലും ഒരു എലിമെന്റ് എടുത്തിട്ട് അതിന് പ്രീ ഇമേജ് ഇല്ലാന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ കോഡൊമൈനിലെ 2 എന്ന് പറഞ്ഞ എലിമെന്റ് എടുത്തു, അതിന് പ്രീ ഇമേജ് 0 ആണ്. പക്ഷെ 0 ഡൊമൈൻ ഇല്ല. അപ്പൊ 0ക്ക് എന്തില്ല? 2ന് എന്തില്ല? പ്രീ ഇമേജ് ഇല്ല. അപ്പൊ ഏതെങ്കിലും ഒരു എലിമെന്റിന് പ്രീ ഇമേജ് ഇല്ലെങ്കിൽ, കോഡൊമൈനിലെ ഏതെങ്കിലും ഒരു എലിമെന്റിന് പ്രീ ഇമേജ് ഇല്ലെങ്കിൽ ആ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ അല്ല? ഓൺ ടു ഫംഗ്ഷൻ അല്ല. ഓൺ ടു ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? കോഡൊമൈനിലെ എല്ലാ എലിമെന്റിനും എന്ത് വേണം? പ്രീ ഇമേജസ് വേണം. അപ്പൊ ഈ ഫംഗ്ഷൻ ഓൺ ടു ഫംഗ്ഷൻ അല്ല. ഓൺ ടു അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ആയിരിക്കും? ഇൻ ടു ഫംഗ്ഷൻ ആയിരിക്കും. ഈ ഫംഗ്ഷൻ അപ്പൊ എന്ത് ഫംഗ്ഷൻ ആണ്? 1 into ഫംഗ്ഷൻ ആണ്. The function is 1 and it is not onto. Not onto means the function is into. That means the given function f of n is equal to 3n plus 2 from n to n is a 1 into function. ഈ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ആണ്? 1 into ഫംഗ്ഷൻ ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. റൈറ്റ് ആൻ എക്സാമ്പിൾ ഓഫ് എ ഫംഗ്ഷൻ ഓൺ n. എന്നിലുള്ള ഒരു ഫംഗ്ഷൻ, നാച്ചുറൽ നമ്പേഴ്സിലുള്ള ഒരു ഫംഗ്ഷൻ. നാച്ചുറൽ നമ്പേഴ്സിലുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? n to n. നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് നാച്ചുറൽ നമ്പേഴ്സിലേക്കുള്ള ഫംഗ്ഷൻ വിച്ച് ഈസ് ഓൺ ടു ബട്ട് നോട്ട് 1 ഓൺ ടു ആവണം, പക്ഷെ എന്താവരുത്? 1 ആവരുത്. ആ ക്വസ്റ്റ്യൻ ആണ് മോഡൽ 2019 ചോദിച്ചത്. അതിനുള്ള ആൻസർ ആണ് fn to n. f of n is equal to n plus 1/2 if n is odd, n/2 if n is even. ഈ ഫംഗ്ഷൻ നിങ്ങൾ നോട്ട് ചെയ്യാം. ആ ഫംഗ്ഷൻ എന്താണ്? ഓൺ ടു ആണ്, പക്ഷെ എന്തല്ല? 1 അല്ല. ദിസ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം n to n. നമ്മൾ ഈ രണ്ട് ക്വസ്റ്റ്യനോട് ഒന്നായിട്ട് കൺസിഡർ ചെയ്യാം. ഇവിടെ ഈ ഫംഗ്ഷനിൽ നമ്മൾ എന്ത് പ്രൂവ് ചെയ്യാൻ പോവാണ്? ഈ ഫംഗ്ഷൻ ഈസ് നോട്ട് 1 അല്ല, പക്ഷേ ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യണം. ഈ രണ്ട് ക്വസ്റ്റ്യനും കൂടെ ഒരുമിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ? നിങ്ങളോട് 2019 ചോദിച്ചത് എന്താണ്? റൈറ്റ് ആൻ എക്സാമ്പിൾ ഓഫ് എ ഫംഗ്ഷൻ ഓൺ n which is on to but not 1 ഓൺ ടു ആവണം, 1 ആവരുത്. അങ്ങനെയുള്ള ഒരു ഫംഗ്ഷന് എക്സാമ്പിൾ എഴുതാൻ മാത്രമാണ് ചോദിച്ചത്. ആ എക്സാമ്പിൾ എഴുതണമെങ്കിൽ ഈ ഫംഗ്ഷൻ മാത്രം എഴുതിയാൽ മതി. f of fn to n. This is a function in the set of natural numbers. fn to n എന്ന് പറഞ്ഞാൽ natural numbers. f of n is equal to n plus 1/2 if n is odd, n/2 if n is even. ഈ ഫംഗ്ഷൻ മാത്രം എഴുതിയാൽ മതി. കാരണം എക്സാമ്പിൾ എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. ആ ഫംഗ്ഷൻ എന്തായിരിക്കും? ഓൺ ടു ആയിരിക്കും, പക്ഷെ എന്തായിരിക്കില്ല? 1 ആയിരിക്കില്ല. ഇവിടെ നമ്മൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ പ്രൂവ് ചെയ്യാം. ഈ ഫംഗ്ഷൻ fn to n, f of n is equal to n plus 1/2 if n is odd, n/2 if n is even. എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ മാത്രം എഴുതിയാൽ മതി. നമ്മളിപ്പോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ഷോ ദാറ്റ് ദിസ് ഫംഗ്ഷൻ ഈസ് നോട്ട് 1 ബട്ട് ഓൺ ടു. ഈ ഫംഗ്ഷൻ 1 അല്ല, പക്ഷെ ഓൺ ടു ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യാം. എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ മാത്രം എഴുതിയാൽ മതി. ഇപ്പൊ നോക്കാം, ഇത് 1 അല്ലാന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെയാ 1 അല്ലാന്ന് പ്രൂവ് ചെയ്യാം? ഡിഫറെന്റ് എലിമെന്റ്സിന് സെയിം ഇമേജ് ഉണ്ടായാൽ മതി. അപ്പൊ f of 1 എന്താ? ഇതിന്റെ മീനിങ് എന്താ? f of n is equal to n plus 1/2 if n is odd. n ഓഡ് ആണെങ്കിൽ, ഓഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റ സംഖ്യ. n ഒറ്റ സംഖ്യ ആണെങ്കിൽ, ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? 1, 3, 5. ഓക്കെ. n ഈവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 2, 4, 6, 8. n ഓഡ് ആവുമ്പോൾ n-ന്റെ വാല്യൂ 1, 3, 5 ഒക്കെ ആവുമ്പോൾ ഫംഗ്ഷൻ n plus 1/2 ആണ്. n-ന്റെ വാല്യൂ ഈവൻ ആവുമ്പോൾ n 2, 4, 6, 8 ഒക്കെ ആവുമ്പോൾ ഫംഗ്ഷൻ n/2 ആണ്. അപ്പൊ നമുക്ക് 1-ന്റെ ഇമേജും 2-ന്റെ ഇമേജും കണ്ടുവെക്കാം. f of 1 എന്തായിരിക്കും? f of 1 എന്ന് പറഞ്ഞാൽ 1-ന്റെ ഇമേജ്. 1 എന്ത് സംഖ്യയാണ്? 1 ഒറ്റ സംഖ്യയാണ്. അപ്പോൾ n ഒറ്റ സംഖ്യ ആവുമ്പോൾ f of n എന്താണ്? n plus 1/2 ആണ്. അപ്പൊ f of 1 എന്തായിരിക്കും? ഇവിടെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. f of 1 കാണണമെങ്കിൽ n-ന് 1 എന്ന് കൊടുക്കാം ഇവിടെ. കാരണം f of 1 എന്ന് പറഞ്ഞാൽ n ഓഡാണ്,
അപ്പോൾ n is equal to 1 ഓഡ് ആണ്. അപ്പോൾ 1 plus 1 by 2 f of n is equal to n plus 1 by 2 എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് എടുക്കേണ്ടത്. കാരണം 1 എന്തായതുകൊണ്ട് ഓഡ് ആയതുകൊണ്ട്. അപ്പോൾ f of 1 എങ്ങനെ കാണാം? n സ്ഥാനത്ത് 1 കൊടുക്കാം. 1 plus 1 by 2 1 plus 1 by 2 that is 2 by 2 that is 1. അപ്പോൾ f of 1 is equal to 1 എന്ന് പറഞ്ഞാൽ 1ന്റെ ഇമേജ് എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. ഇത് നാച്ചുറൽ നമ്പേഴ്സിൽ നിന്നും നാച്ചുറൽ നമ്പേഴ്സിലേക്കുള്ള ഫംഗ്ഷൻ ആണ്. നാച്ചുറൽ നമ്പേഴ്സ് എന്നാൽ 1 2 3 4 എക്സെട്ര. ഇതും 1 2 3 4 എക്സെട്ര. അപ്പോൾ 1ന്റെ ഇമേജ് 1 തന്നെയാണ്. സോ വാട്ട് ഈസ് f of 2? f of 2 കാണണമെങ്കിൽ നമ്മൾ ഏത് ഫംഗ്ഷനെ ഉപയോഗിക്കുക? f of n equal to n by 2 ആണ് ഉപയോഗിക്കുക. കാരണം n ഈവൻ ആണ് ഇവിടെ. n-ന്റെ വാല്യൂ 2 4 6 8 എക്സെട്ര. അങ്ങനെ ഈവൻ നമ്പർ ആകുമ്പോൾ ഫംഗ്ഷൻ ഏതാ എടുക്കേണ്ടത്? f of n equal to n by 2 ആണ്. അപ്പോൾ f of 2 കാണാൻ നമ്മൾ ഈ ഫംഗ്ഷൻ അല്ല ഉപയോഗിക്കുക. ഇത് n ഒറ്റ സംഖ്യ ആകുമ്പോഴതാണ്. n ഇരട്ട സംഖ്യ, അവിടെ n 2 ഇരട്ട സംഖ്യയാണ്. അപ്പോൾ f of 2 കാണാൻ ഈ ഫംഗ്ഷൻ ഉപയോഗിക്കണം. f of 2 എത്രയാണ്? n by 2. അപ്പോൾ f of 2 കാണണമെങ്കിൽ n സ്ഥാനത്ത് 2 കൊടുക്കുക. 2 by 2 2 by 2 പറഞ്ഞാൽ എന്താണ്? 1 ആണ്. അപ്പോൾ f of 1 is equal to 1 എന്ന് പറഞ്ഞാൽ 1ന്റെ ഇമേജ് 1 ആണ്. f of 2 is equal to 1 എന്ന് പറഞ്ഞാൽ അർത്ഥം 2ന്റെ ഇമേജും 1 ആണ് അല്ലേ? അപ്പോൾ 1ന്റെ ഇമേജും 1 ആണ്, 2ന്റെ ഇമേജും 1 ആണ്. സോ ഡിഫറെന്റ് എലിമെന്റ്സ് ഹാവ് സെയിം ഇമേജ്. വ്യത്യസ്തമായിട്ടുള്ള എലിമെന്റ്സ് എന്തുണ്ട്? സെയിം ഇമേജ് ഉണ്ട്. അപ്പോൾ ഇത് ഫംഗ്ഷൻ 1 1 അല്ല, മെനി ടു 1 ആണ്. ദാറ്റ് ഈസ് f of 1 is equal to f of 2 is equal to 1. f of 1 ഉം f of 2 ഉം സെയിം ആണ്. രണ്ടും എന്താണ്? 1 തന്നെയാണ്. സോ 1നും 2നും ഒരേ ഇമേജ് ആണുള്ളത്. ദാറ്റ് 1 and 2 have same image. Therefore not 1 1. Therefore f is not 1 1. f of n is not 1 1. അപ്പോൾ f of n എന്താണ്? എന്തല്ല? 1 1 അല്ല. ആ ഫംഗ്ഷൻ എന്താണ്? മെനി 1 ആണ്. കാരണം മെനി 1 ആണെന്ന് പറയാൻ കാരണം എന്താണ്? 1ന്റെ ഇമേജും 2ന്റെ ഇമേജും സെയിം ആണ്. 1ന്റെ ഇമേജും 1 ആണ്, 2ന്റെ ഇമേജും 1 ആണ്. അപ്പോൾ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള എലിമെന്റ്സിന് സെയിം ഇമേജ് ഉള്ളത് കൊണ്ട് ഇത് 1 1 അല്ല, മറിച്ചത് എന്താണ്? മെനി 1 ഫംഗ്ഷൻ ആണ്. ഇനി ഇവിടെ 1 1 അല്ലാതെ പ്രൂവ് ചെയ്തു നമ്മൾ. ഇനി ഇത് ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓൺ ടു എങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യാം? ഓൺ ടു എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് കോഡൊമൈനിൽ ഒരു എലിമെന്റ് എടുക്കുക, അതിന് ഡൊമൈനിൽ പ്രീ ഇമേജ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ കോഡൊമൈനിലെ ഒരു എലിമെന്റ് നമ്മൾ n എടുക്കാം. കോഡൊമൈനിലെ ഒരു എലിമെന്റ് നമ്മളിപ്പോൾ ഇവിടെ f of n ആയതുകൊണ്ട്, നാച്ചുറൽ നമ്പേഴ്സ് ആയതുകൊണ്ട് കോഡൊമൈനിലെ ഒരു എലിമെന്റ് n എടുക്കാം. സോ ലെറ്റ് n ബിലോങ്സ് ടു കോഡൊമൈൻ. കോഡൊമൈൻ എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നാച്ചുറൽ നമ്പേഴ്സ് കോഡൊമൈനിലെ ഒരു എലിമെന്റ് നമ്മൾ n ആയിട്ട് എടുത്തു. സോ n ഈസ് എ ജനറൽ എലിമെന്റ് ഇൻ എ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. n ഒരു നാച്ചുറൽ നമ്പർ ആണെങ്കിൽ 2n എന്തായിരിക്കും? ഏതൊരു നാച്ചുറൽ നമ്പറിനെ 2 കൊണ്ട് ഗുണിച്ചാൽ എന്തായിരിക്കും കിട്ടുക? ഇരട്ട സംഖ്യയല്ലേ? ഏതൊരു നാച്ചുറൽ നമ്പറിനെ 2 കൊണ്ട് ഗുണിച്ചാൽ എന്താ കിട്ടുക? ഇരട്ട സംഖ്യയാണ് കിട്ടുക. അപ്പോൾ n കോഡൊമൈനിലെ ഒരു എലിമെന്റ് ആണെങ്കിൽ 2n ഈസ് ഈവൻ. 2n എന്താണ്? ഈവൻ ആണ്. 2n മൈനസ് 1 ഓഡാണ്. എന്നെ ഏതൊരു നാച്ചുറൽ നമ്പർ ആണെങ്കിലും ഏതൊരു നാച്ചുറൽ നമ്പറിനെ 2 കൊണ്ട് ഗുണിച്ചാൽ എന്താ കിട്ടുക? ഈവൻ നമ്പറാണ് കിട്ടുക, ഇരട്ട സംഖ്യയാണ് കിട്ടുക. ഇതൊരു ഇരട്ട സംഖ്യ ആണെങ്കിൽ അതിൽ 1 കുറച്ചാൽ എന്താ കിട്ടുക? ഒറ്റ സംഖ്യയാണ് കിട്ടുക. 8 ഒരു ഇരട്ട സംഖ്യ അല്ലേ? അതിൽ 1 കുറച്ചാൽ 7 എന്തായി? ഒറ്റ സംഖ്യയായി. അപ്പൊ 2n ഈവൻ ആണെങ്കിൽ 2n മൈനസ് 1 എന്തായിരിക്കും? ഓഡായിരിക്കും. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇമേജ് നമ്മൾ കണ്ടുനോക്കാം. അപ്പൊ ഇവിടെ n എന്ന് പറഞ്ഞ എലിമെന്റ് നമ്മൾ കോഡൊമൈനിൽ എടുത്തു. അപ്പൊ 2n മൈനസ് 1 ഇത് രണ്ടും നാച്ചുറൽ നമ്പേഴ്സ് തന്നെയല്ലേ? n ഏതൊരു നാച്ചുറൽ നമ്പർ ആണെങ്കിലും ഈ നാച്ചുറൽ നമ്പറിനെ 2 കൊണ്ട് ഗുണിച്ചാൽ ഒരു നാച്ചുറൽ നമ്പറാണ് കിട്ടുക. ഒരു നാച്ചുറൽ നമ്പർ 2n എന്ന് പറഞ്ഞ നാച്ചുറൽ നമ്പർ ആണെങ്കിൽ ആ 2n മൈനസ് 1 എന്തായിരിക്കും? നാച്ചുറൽ നമ്പർ ആയിരിക്കും. ശരിയല്ലേ? അപ്പൊ ഇത് നോക്കാം. അപ്പൊ f of 2n ഉം f of 2n മൈനസ് 1 നോക്കാം. f of 2n എന്തായിരിക്കും? f of 2n f of n എന്താണ്? ഇതാണ്. പക്ഷെ f of 2n കാണുമ്പോൾ നമ്മൾ ഈ രണ്ട് ഫംഗ്ഷനിൽ ഏതെടുക്കണം? f of 2n എന്താണ്? 2n ഈവൻ ആണ്, ഇരട്ട സംഖ്യയാണ്. 2n 2 കൊണ്ട് ഗുണിച്ചാൽ 2n എന്താണ്? ഈവൻ നമ്പർ ആണ്. അപ്പൊ ഈവൻ ആവുമ്പോൾ f of n n/2 ആണ്. അപ്പൊ f of 2n എങ്ങനെയാണ്? 2n/2. f of 2n എന്ന് പറഞ്ഞാൽ 2n/2. 2n/2 2 2 ക്യാൻസൽ ചെയ്യുമ്പോൾ
n. അപ്പോൾ 2n ഇമേജ് എന്താണ്? f of 2n is equal to n എന്ന് പറഞ്ഞാൽ 2n ഇമേജ് എന്താണ്? n ആണ്. ഇനി f of 2n plus 2n minus 1, f of 2n minus 1 എന്താണ്? 2n minus 1 എന്ത് നമ്പർ ആണ്? 2n ഈവൻ ആണെങ്കിൽ 2n minus 1 എന്തായിരിക്കും? ഓഡ് ആയിരിക്കും. അപ്പൊ f of 2n minus 1 കാണുമ്പോൾ n ഓഡ് ആകുമ്പോൾ ഈ ഫംഗ്ഷൻ എടുക്കേണ്ടത്. അപ്പൊ f of 2n minus 1 കാണണമെങ്കിൽ f of n equal to n plus 1 by 2 ആണ് ഉപയോഗിക്കുക. അപ്പൊ f of 2n minus 1 കാണണമെങ്കിൽ n ന് സ്ഥാനത്ത് എന്ത് കൊടുക്കണം? 2n minus 1 കൊടുക്കണം. അപ്പൊ 2n minus 1 plus 1, 2n minus 1 plus 1 divided by 2 അങ്ങനെ തന്നെ എഴുതി. അപ്പൊ minus 1 plus 1 ക്യാൻസൽ ചെയ്തു, 2n by 2, that is n. അപ്പൊ f of 2n minus 1 എന്ന് പറയുന്ന അർത്ഥം 2n minus 1 ന്റെ ഇമേജ്, 2n minus 1 ന്റെ ഇമേജും തന്നെയാണ്, n തന്നെയാണ്. അപ്പൊ ഏതൊരു നാച്ചുറൽ നമ്പർ n-നും എന്തുണ്ട്? പ്രീ ഇമേജസ് ഉണ്ട്. ഏതൊരു നാച്ചുറൽ നമ്പർ n എടുത്താലും അതിന് 2 പ്രീ ഇമേജസ് ഉണ്ടാവും. ഇവിടെ നമ്മൾ 1 കണ്ടു, 1-ന് 2 പ്രീ ഇമേജസ് ഉണ്ട്. ഒന്ന് 1 ആണ്, ഒന്ന് 2 ആണ്. 1-ന്റെ ഇമേജ് ആണ് 1, 2-ന്റെ ഇമേജ് ആണ് 1. അപ്പൊ നമ്മൾ എന്താ പറയാ? 1-ന്റെ പ്രീ ഇമേജ് ആണ് 1, 1-ന്റെ പ്രീ ഇമേജ് ആണ് 2. അപ്പൊ ഇവിടെ 1-ന് 2 പ്രീ ഇമേജസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഏതൊരു നാച്ചുറൽ നമ്പർ n എടുത്തു കഴിഞ്ഞാലും അതിന് എത്ര പ്രീ ഇമേജസ് ഉണ്ട്? 2 പ്രീ ഇമേജസ് ഉണ്ട്. എത്ര പ്രീ ഇമേജസ് ഉണ്ട് എന്നുള്ളത് പ്രശ്നമല്ല. ഏതൊരു നാച്ചുറൽ നമ്പർ എടുത്താലും അതിന് എന്തുണ്ടാവണമെന്നേ ഉള്ളൂ? പ്രീ ഇമേജ് ഉണ്ടാവണമെന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ കോഡമൈൻ നാച്ചുറൽ നമ്പർ ആണ്. അപ്പൊ ഏതൊരു നാച്ചുറൽ നമ്പർ എടുത്താലും അതിന് എന്തുണ്ട്? പ്രീ ഇമേജ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇതൊന്നുകൂടെ പറയാം. n കോഡമൈൻ എലിമെന്റ് ആയിട്ട് എടുത്തു. n നാച്ചുറൽ നമ്പർ ആണ് കോഡമൈൻ. ഏതൊരു നാച്ചുറൽ നമ്പർ n-നെയും 2 കൊണ്ട് വിളിച്ചാൽ എന്താ കിട്ടുക? ഇരട്ട സംഖ്യയാണ് കിട്ടുക, ഈവനാണ് കിട്ടുക. 2n ഈവൻ ആണെങ്കിൽ ഒരു ഇരട്ട സംഖ്യ 1 കുറച്ചു, 2n minus 1 ഒരു ഇരട്ട സംഖ്യ 1 കുറച്ചാൽ എന്താ കിട്ടുക? ഒറ്റ സംഖ്യ കിട്ടുക. അപ്പൊ നമുക്ക് 2, അപ്പൊ 2n n നാച്ചുറൽ നമ്പർ ആണെങ്കിൽ 2n ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കും. n നാച്ചുറൽ നമ്പർ ആണെങ്കിൽ 2n minus 1 എന്തായിരിക്കും? നാച്ചുറൽ നമ്പർ ആയിരിക്കും. അപ്പോൾ ഈ 2n-ഉം 2n minus 1 ഒക്കെ നാച്ചുറൽ നമ്പർ ആണ്, ഡൊമൈനിൽ ഉണ്ടാവും. ഇതല്ലേ ഡൊമൈൻ. ഇനി 2n-ന്റെയും 2n minus 1-ന്റെയും ഇമേജസ് നോക്കാം. f of 2n കാണണമെങ്കിൽ ഇവിടെ 2n എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരട്ട സംഖ്യയാണ്, ഈവൻ ആണ്. അപ്പൊ f of 2n കാണണമെങ്കിൽ ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുക. f of n n by 2 ആണെങ്കിൽ f of 2n കാണണമെങ്കിൽ n സ്ഥാനത്ത് 2n കൊടുക്കുക. അപ്പൊ 2n by 2, 2n by 2, 2 ക്യാൻസൽ ചെയ്തിട്ട് n. f of 2n minus 1 എന്നാൽ 2n minus 1 എന്താണ്? ഒറ്റ സംഖ്യയാണ്. 2n minus 1 ഒറ്റ സംഖ്യ ആയതുകൊണ്ട് f of 2n minus 1, 2n minus 1 ഒറ്റ സംഖ്യ ആയതുകൊണ്ട് f of 2n minus 1 എങ്ങനെയാണ് നമ്മൾ കാണുക? f of 2n minus 1 കാണാൻ n ഓഡ് ആവുമ്പോൾ ഒറ്റ സംഖ്യ ആവുമ്പോൾ ഈ ഫംഗ്ഷൻ എടുക്കുക. f of 2n minus 1 കാണണമെങ്കിൽ n-ന് സ്ഥാനത്ത് എന്ത് കൊടുക്കണം? 2n minus 1 കൊടുക്കണം. അപ്പൊ n-ന് സ്ഥാനത്ത് 2n minus 1 പിന്നെ ഒരു പ്ലസ് 1 by 2 അങ്ങനെ തന്നെ എഴുതി. 2n minus 1 plus 1 by 2, minus 1 plus 1 ക്യാൻസൽ ചെയ്ത് 2n by 2, that is n. അപ്പൊ നമുക്ക് കോഡമൈനിലെ ഏതൊരു നാച്ചുറൽ നമ്പർ n-നും ഡൊമൈനിൽ എന്തുണ്ട്? 2 പ്രീ ഇമേജസ് ഉണ്ട്. കോഡമൈനിലെ ഏതൊരു നാച്ചുറൽ നമ്പർ n-ലും ഡൊമൈനിൽ 2 പ്രീ ഇമേജസ് ഉണ്ട്. അതൊക്കെയാ 2n-ഉം 2n minus 1-ഉം. അത് നമ്മൾ ഈ ഒരു എക്സാമ്പിളിലൂടെ കണ്ടു. 1-ന് 2 പ്രീ ഇമേജസ് ഉണ്ട്, 2-നും അതുപോലെ 2 പ്രീ ഇമേജസ് ഉണ്ടാവും അല്ലേ? അപ്പൊ ഇവിടെ കോഡമൈനിലെ എല്ലാ എലിമെന്റിനും എന്തുണ്ട്? പ്രീ ഇമേജ് ഉണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുന്നത്? എവറി എലിമെന്റ് ഇൻ ദ കോഡമൈൻ has pre-image in the domain, so the function is onto. Therefore f is onto. We just write it like this. Every element in the codomain has pre-image in the domain. So since every element in the codomain has got pre-image in the domain, the function f is onto. For domain കോഡമൈനിലെ എല്ലാ എലിമെന്റിനും പ്രീ ഇമേജ് ഉള്ളത് കൊണ്ട് ആ ഫംഗ്ഷൻ എന്താണ്? ഓൺ ടു ഫംഗ്ഷൻ ആണ്. അപ്പൊ ഈ ഫംഗ്ഷൻ എന്തല്ല? ഫംഗ്ഷൻ ഈസ് നോട്ട് 1 1 ബട്ട് ഇറ്റ് ഈസ് ഓൺ ടു. ഈ ഫംഗ്ഷൻ 1 1 അല്ല, പക്ഷെ എന്താണ്? ഓൺ ടു ആണ്. അപ്പോ റൈറ്റ് ആൻ എക്സാമ്പിൾ ഓഫ് എ ഫംഗ്ഷൻ ഓൺ n which is on to but not 1 1. അപ്പോൾ 1 1 അല്ലാത്തത് പക്ഷെ ഓൺ ടു ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ ഇത് മാത്രം എഴുതിയാൽ മതി. ഇവിടെ നമ്മളത് പ്രൂവ് ചെയ്യാ ചെയ്തു. എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ ഫംഗ്ഷൻ മാത്രം എഴുതിയാൽ മതി. അതാണ് നിങ്ങളോട് ബോർഡ് എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ? നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. a is equal to r minus 3. r minus 3 എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് മൈനസ് 3 എന്ന് പറഞ്ഞാൽ 3 എന്ന് പറഞ്ഞ എലിമെന്റ് ഒഴികെ ബാക്കിയുള്ള എല്ലാ റിയൽ നമ്പേഴ്സും 3 ഒഴികെ ബാക്കിയുള്ള എല്ലാ റിയൽ നമ്പേഴ്സ്. b എന്ന് പറഞ്ഞാൽ എന്താ r minus 1 ഒഴികെ ബാക്കിയുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ആണ് b. f a to b, a ൽ നിന്ന് b ലേക്കുള്ള ഫംഗ്ഷൻ f of x equal to x minus 2 by x minus 3 is f 11 and on 2. ആ f 11 ആണോ on 2 ആണോ എന്നാണ് ചോദ്യം. ഇതിപ്പോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇപ്പൊ ജസ്റ്റ് കഴിഞ്ഞ ബോർഡ് എക്സാമിനേഷൻ ചോദിച്ചാണ് 2020. അപ്പൊ എങ്ങനെ നമ്മൾ ഫംഗ്ഷൻ 11 ആണെന്ന് പോയി ആദ്യം 11 ആണോ ചെക്ക് ചെയ്യാം. 11 ആണോ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യാം? ഫംഗ്ഷൻ 11 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? f of x1 equal to f of x2 എന്ന് എടുക്കാം. f of x1 equal to f of x2 എന്ന് എടുത്തിട്ട് എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റണം? x1 equal to x2 ആണെങ്കിൽ ഫംഗ്ഷൻ എന്താണ്? 11 ആണ്. അപ്പൊ f of x1 equal to f of x2 എന്ന് എടുക്കാം. എന്ത് പ്രൂവ് ചെയ്യണം? x1 equal to x2 എന്ന് എടുക്കാം. അപ്പൊ എന്താ f of x? f of x equal to x minus 2 by x minus 3. f of x1 എങ്ങനെയാണ്? x ന്റെ സ്ഥാനത്ത് x1 എന്ന് കൊടുക്കാം. അപ്പോ x1 minus 2 by x1 minus 3 ആണ് f of x1. f of x2 എങ്ങനെയാണ്? x ന്റെ സ്ഥാനത്ത് x2 കൊടുക്കുക. x2 minus 2 by x2 minus 3. x2 minus 2 by x2 minus 3. ഇത് സിംപ്ലിഫൈ ചെയ്തിട്ട് അതാണ് f of x1 equal to f of x2 എടുത്തപ്പോൾ നമ്മൾ ഇപ്പൊ ഇങ്ങനെ കിട്ടി. ഇത് സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റണം? x1 equal to x2 എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ ആ ഫംഗ്ഷൻ എന്താണെന്ന് പറയാം? 11 ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഇപ്പൊ നോക്കാം എങ്ങനെയാ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെയാ? x1 minus 2 into x2 minus 3. അപ്പൊ x1 minus 2 into x2 minus 3 is equal to ഇങ്ങനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ x1 minus 2 into x2 minus 3 is equal to x1 minus 3 into x2 minus 2. So usual multiplication. അപ്പോൾ ആദ്യം x1 കൊണ്ട് ഇതിനെ രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യണം. x1 into x2 x1 x2 minus 3 into x1 minus 3x1. അപ്പോൾ x1 നോട് ഇതിനെ രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി minus 2 നോട് ഇതിനെ രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യാം. minus 2 into x2 minus 2x2 minus 2 into minus 3 plus 6. ഇനി ഇതുപോലെ ഈ രണ്ട് ടേമും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ആദ്യം x1 കൊണ്ട് ഇതിനെ രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യാം. പിന്നെ minus 3 കൊണ്ട് ഇതിനെ രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ x1 into x2 x1 x2 x1 into minus 2 x1. അപ്പോൾ നമുക്ക് x1 ആദ്യം x2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. x1 x2 പിന്നെ minus 2 into x1 minus 2x1. അപ്പൊ x1 കൊണ്ട് ഇത് രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി minus 3 ഇവിടെ minus 3 കൊണ്ട് ഇതിന് രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യാം. minus 3 into x2 minus 3x2 minus 3 into minus 2 plus 6 minus 3 into minus 2 എന്നാണ് plus 6. അപ്പൊ രണ്ട് സൈഡിലും ഒരേപോലുള്ള ഫാക്ടേഴ്സ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെ plus 6 ഉണ്ട്, അവിടെയും plus 6 ഉണ്ട്. ആ plus 6ഉം plus 6ഉം ക്യാൻസൽ ചെയ്തു. ഇവിടെ x1 x2 ഉണ്ട്, ഇവിടെ x1 x2 ഉണ്ട്. അത് രണ്ട് ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമ്മൾ 6 ക്യാൻസൽ ചെയ്തു, x1 x2 എന്ന് പറഞ്ഞ ഇതും ക്യാൻസൽ ചെയ്തു. രണ്ട് ടേംസും ക്യാൻസൽ ചെയ്തു. നമുക്ക് x1 equal to x2 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ അത് x1 ഉള്ള ടേംസ് ഒക്കെ ഇവിടെ എടുക്കുക, x2 ഉള്ള ടേംസ് ഒക്കെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. ഇവിടെ x1 ഉള്ള ടേം എന്താണ്? minus 3x1. പിന്നെ x1 ഉള്ള ടേം ഇവിടെ minus 2x1 ആണ്. അത് ഈ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ഉണ്ടാവും plus 2x1 is equal to ഇവിടെ x2 ഉള്ള ടേം എന്തുണ്ട്? minus 3x2 ഉണ്ട്. അത് അങ്ങനെ തന്നെ എഴുതി minus 3x2. പിന്നെ ഇവിടെ ഉള്ള minus 2x2 റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ഉണ്ടാവും plus 2x2. x1 ഉള്ളതൊക്കെ ഒരു സൈഡിൽ എടുത്തു, x2 ഉള്ളതൊക്കെ മറ്റേ സൈഡിൽ എഴുതി. minus 3x1 plus 2x2 minus 3 plus 2 എന്നതാണ് minus 1. minus 3x1 plus 2x2 is minus 1x1. that is minus x1. minus 3 plus 2 minus 1. minus 3 plus 2 is minus 1. minus 1x2 is nothing but minus x2. minus x1 equal to minus x2. Cancelling this negative sign, you will get x1 equal to x2. So f of x1 equal to f of x2 implies x1 equal to x2. f of x1 equal to f of x2 എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? x1 equal to x2 എന്നാണ്. Therefore f is 11. അപ്പോൾ ആ ഫംഗ്ഷൻ f എന്താണ്? 11 ആണ്. ഇനി ഓൺ ടു ആണോ എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ 3 സ്റ്റെപ്പാണ് പറഞ്ഞത്. ഏതൊക്കെയാ 3 സ്റ്റെപ്പ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ടേക്ക് y belong to the കോഡൊമൈൻ. ഇവിടെ ഡൊമൈനും കോഡൊമൈനും എന്തൊക്കെയാണ്? കോഡൊമൈനിൽ നമ്മൾ y എന്ന് പറഞ്ഞ എലിമെന്റ് നമ്മൾ സെലക്ട് ചെയ്യണം. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? r minus 3 ആണ്. കോഡൊമൈൻ എന്താണ്? r minus 1 ആണ്. ഇതാണ് ഡൊമൈൻ. ഇവിടെ അങ്ങോട്ടുള്ളൊരു ഫംഗ്ഷൻ
ഇത് ഡൊമൈൻ ആണ്, ഇത് കോഡൊമൈൻ ആണ്. R-3 എന്ന് പറഞ്ഞ ഡൊമൈനും R-1 എന്ന് പറഞ്ഞ കോഡൊമൈൻ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ഇത് A to B, ഇതാണ് A എന്ന് പറഞ്ഞ സെറ്റ്, ഇത് B എന്ന് പറഞ്ഞ സെറ്റ്. അപ്പൊ നമ്മൾ എങ്ങനെ നമ്മളിത് ഫംഗ്ഷൻ ഓൺ ടു ആണോ എന്ന് പ്രൂവ് ചെയ്യാം? ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ലെറ്റ് y ബിലോങ്സ് ടു ദ കോഡൊമൈൻ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? കോഡൊമൈനിൽ y എന്ന് പറഞ്ഞ എലിമെന്റ് ആയിട്ട് എടുക്കാം. അപ്പൊ നമ്മൾ എന്തെടുക്കാം? ഓൺ ടു ആണോ ചെക്ക് ചെയ്യാം. ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ലെറ്റ് y ബിലോങ് ടു കോഡൊമൈൻ. ഇനി നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? y കോഡൊമൈനിൽ എലിമെന്റ് ആണെങ്കിൽ yക്ക് പ്രീ ഇമേജ് ഉണ്ടെന്നാ പ്രൂവ് ചെയ്യേണ്ടത്. എല്ലാത്തിനും എല്ലാ yക്കും പ്രീ ഇമേജ് ഉണ്ടെങ്കിൽ ഓൺ ടു y. അപ്പൊ yക്ക് പ്രീ ഇമേജ് ഉണ്ടെങ്കിൽ yക്ക് x1 എലിമെന്റ് ഡൊമൈനിൽ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ y x എന്ന് പറഞ്ഞ എലിമെന്റ് ഡൊമൈനിൽ ഉണ്ടെന്നാ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ y കോഡൊമൈനിലെ എലിമെന്റ് ആയിട്ട് എടുത്തു. അപ്പൊ y ഈക്വൽ ടു എന്തായിരിക്കും? y കോഡൊമൈനിലെ എലിമെന്റ് ആണെങ്കിൽ y ഈക്വൽ ടു എന്തായിരിക്കും? f ഓഫ് x ആണ് y. f ഓഫ് x എന്താണ്? y. ഇപ്പൊ y കോഡൊമൈനിലെ എലിമെന്റ് ആണെങ്കിൽ y ഈക്വൽ ടു x മൈനസ് 2 ബൈ x മൈനസ് 3 ആയിരിക്കും. y ഈക്വൽ ടു x മൈനസ് 2 ബൈ x മൈനസ് 3 ആയിരിക്കും അല്ലേ? y കോഡൊമൈനിലെ എലിമെന്റ് ആയിട്ട് എടുത്തു. y എന്ന് പറഞ്ഞാൽ എന്താണ്? f ഓഫ് x ആണ്. y കോഡൊമൈനിലെ എലിമെന്റ് ആണെങ്കിൽ f ഓഫ് x ആണ് y. y യുടെ വാല്യൂ എന്താവണം? x മൈനസ് 2 ബൈ x മൈനസ് 3 ആവണം. ഇനി നമ്മൾ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഡൊമൈനിൽ x ഉണ്ടെന്നാ പ്രൂവ് ചെയ്യേണ്ടത്. y കോഡൊമൈനിൽ ഉണ്ടെങ്കിൽ ഡൊമൈനിൽ x ഉണ്ടെന്നാ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? y ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് x. ഇത് സിംപ്ലിഫൈ ചെയ്തിട്ട് x ന്റെ വാല്യൂ കാണണം. എന്നിട്ട് ആ x ഡൊമൈനിൽ ഉണ്ടോ എന്ന് പ്രൂവ് ചെയ്യണം. നോക്കണം. അപ്പൊ നോക്ക് എങ്ങനെ അതിൽ x ഉണ്ടോ നോക്കുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. y ഇൻറ്റു എക്സ് മൈനസ് 3 y ഇൻറ്റു എക്സ് മൈനസ് 3 ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 2. y ഇൻറ്റു എക്സ് മൈനസ് 3 ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 2. ഇപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം? xy മൈനസ് 3y ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 2. നമുക്ക് കോഡൊമൈനിൽ y ഉണ്ടെങ്കിൽ ഡൊമൈനിൽ x ഉണ്ടെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ x ന്റെ വാല്യൂ ആണ് ഇതിൽ നിന്ന് കാണേണ്ടത്. ഇതിൽ എങ്ങനെ നമ്മൾ x ന്റെ വാല്യൂ കാണും? x ഉള്ള ടേംസ് ഒക്കെ ഒരുമിച്ച് എടുക്കുക. അവിടെ x ഉള്ള ടേം ഉണ്ട്, xy ഉണ്ട്. ഇവിടെ ഒരു x ഉള്ള ടേം ഉണ്ട്, അതിനെ ഇങ്ങോട്ട് എടുത്തു. അപ്പൊ അത് മൈനസ് x ആയി. പിന്നെ y ഉള്ള ടേംസും കോൺസ്റ്റന്റും ഒക്കെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോവാ. ഇവിടെ മൈനസ് 3y ഉണ്ട്, അത് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എത്തുന്നതായി പ്ലസ് 3y ആയി. മൈനസ് 3y റൈറ്റ് ഹാൻഡ് സൈഡിൽ എത്തുമ്പോൾ പ്ലസ് 3y ആയി. ഇവിടെ ഒരു മൈനസ് 2 ഉണ്ട്, ആ മൈനസ് 2 നമ്മൾ ഇങ്ങനെ തന്നെ എഴുതി. ഇവിടുത്തെ രണ്ടിലും x ആണ് നമുക്ക് കാണേണ്ടത്. നമുക്ക് ഇവിടെ ഡൊമൈനിൽ x ഉണ്ടെന്നാ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ x ന്റെ വാല്യൂ കാണുന്നത്. അപ്പൊ x ഇൻറ്റു ഇവിടുത്തെ രണ്ടിലും x കോമൺ എടുത്താൽ x ഇൻറ്റു y മൈനസ് 1. ഇവിടുന്ന് x എടുത്താൽ ബാക്കി y മൈനസ് ഇവിടുന്ന് x എടുത്താൽ ബാക്കി 1 അല്ല ഉണ്ടാവുക. x ഇൻറ്റു y മൈനസ് 1 ഈക്വൽ ടു 3y മൈനസ് 2. അപ്പൊ x എന്താണ്? 3y മൈനസ് 2 ബൈ y മൈനസ് 1. അത് ഡൊമൈനിൽ ഉണ്ടോ എന്നുള്ള പ്രശ്നം. ഓക്കെ, x 3y മൈനസ് 2 ബൈ y മൈനസ് 1. ഇവിടെ നോക്കാം, കോഡൊമൈനില് റിയൽ നമ്പേഴ്സ് ആണ്. y ഏതൊരു റിയൽ നമ്പർ ആണെങ്കിലും 3y ഒരു റിയൽ നമ്പർ അല്ലേ? y എന്ന് പറഞ്ഞാൽ കോഡൊമൈൻ എലിമെന്റ് ആണ്. ഒന്ന് അല്ലാത്ത റിയൽ നമ്പർ ആണ്. ഒന്നല്ലാത്ത ഏത് റിയൽ നമ്പറിനെ നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതിന് നമുക്ക് 2 മൈനസ് ചെയ്യാം അല്ലേ? ഇവിടെ y യുടെ വാല്യൂ 1 ആണെങ്കിൽ പറ്റൂല. പക്ഷെ 1 എന്ന് പറഞ്ഞ എലിമെന്റ് ഇവിടെ അല്ല, അതുകൊണ്ടാണ് R-1 കിട്ടുന്നത്. അപ്പൊ ഇവിടെ y യുടെ വാല്യൂ 1 ആവരുത്. 1 അല്ലാത്ത ഏത് റിയൽ നമ്പർ കൊടുത്താലും 1 അല്ലാത്ത ഏത് റിയൽ നമ്പറിൽ നമുക്ക് എന്ത് ചെയ്യാം? 1 മൈനസ് ചെയ്യാം. ഇവിടെ ഡിനോമിനേറ്റർ 0 ആയി പോയില്ല. അപ്പൊ y യുടെ വാല്യൂ ഇവിടെ എന്തല്ല? R-1 ആണ്. അപ്പോൾ y 1 ആവുമ്പോഴേ y ഡിഫൈൻഡ് അല്ലാത്തുള്ളൂ. പക്ഷെ y ഈക്വൽ ടു 1 എന്ന് പറയുന്നത് കോഡൊമൈനിൽ ഇല്ല. കോഡൊമൈനിൽ 1 ഒഴികെയുള്ള റിയൽ നമ്പർ മാത്രമേ ഉള്ളൂ. അപ്പോ 3y മൈനസ് 2 ഡിവൈഡ് ബൈ y മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റിയൽ നമ്പർ ആയിരിക്കും. ആ റിയൽ നമ്പറിന്റെ വാല്യൂ ഒരിക്കലും 3 ആവില്ല. 3 അല്ലാത്ത റിയൽ നമ്പർ ആയിരിക്കും. കാരണം ഇതിന്റെ വാല്യൂ 3 ആവില്ല. കാരണം എന്താ? 3y മൈനസ് 2 ഡിവൈഡഡ് ബൈ y മൈനസ് 1 ഇസ് ഈക്വൽ ടു 3 ആണെങ്കിൽ എന്താ സ്ഥിതി? 3y മൈനസ് 2 ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു y മൈനസ് 3 ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു y മൈനസ് 3. ദാറ്റ് ഈസ് 3y മൈനസ് 2 ഇസ് ഈക്വൽ ടു 3y മൈനസ് 3 ഇൻറ്റു 3 9. അപ്പൊ 3y ക്യാൻസൽ ചെയ്താൽ മൈനസ് 2 ഈക്വൽ ടു മൈനസ് 9 എന്ന് പറയും. വിച്ച് ഈസ് നോട്ട് ഇംപോസിബിൾ. അപ്പൊ മൈനസ് 2 ഇസ് ഈക്വൽ ടു മൈനസ് 9 എന്നാ കിട്ടുക. അത് സാധ്യമല്ല. അപ്പൊ x ഈക്വൽ ടു 3y മൈനസ് 2 ഡിവൈഡ് ബൈ y മൈനസ് 1 വാല്യൂ ഒരിക്കലും എന്താവില്ല? 3 ആവില്ല. ഇത് 3 ആണെങ്കിൽ അതിന്റെ അർത്ഥം മൈനസ് 2 ഈക്വൽ ടു മൈനസ് 9 എന്നാ. ഇതൊരിക്കലും ശരിയല്ല. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ വാല്യൂ ഒരിക്കലും 3 ആയിരിക്കില്ല. അപ്പൊ ഇത് 3 അല്ലാത്ത റിയൽ നമ്പർ ആണ് കിട്ടുക. അപ്പോ y
1 അല്ലാത്ത റിയൽ നമ്പർ ആണെങ്കിൽ, കാരണം y യുടെ വാല്യൂ 1 ആയിക്കൂടാ, 1 ആയി കഴിഞ്ഞാൽ ഇത് ഡിനോമിനേറ്റർ 0 ആയി പോകും. അപ്പോൾ y 1 അല്ലാത്ത റിയൽ നമ്പർ ആണെങ്കിൽ ഇത് എന്തായിരിക്കും? 3 അല്ലാത്ത റിയൽ നമ്പർ ആയിരിക്കും. അപ്പോ if y belong to codomain, x നമ്മൾ എന്ത് പറയാം? belong to the domain എന്ന് പറയാം. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ y കോഡമൈനിൽ എലിമെന്റ് ആയിട്ട് എടുത്തു. അപ്പോൾ എക്സിലെ ഡൊമൈനിൽ എക്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു എലിമെന്റ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്നാണ്. ഇത്രയും സംഗതിയുടെ ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഇനി നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എക്സിന്റെ ഇമേജ് ആണ് വൈ എന്ന് പ്രൂവ് ചെയ്യണം. y എന്ന് പറയുന്ന എലിമെന്റ് കോഡമൈനിലുണ്ടെങ്കിൽ എക്സ് എന്ന് പറയുന്ന എലിമെന്റ് ഡൊമൈനിലുണ്ടെന്ന് പ്രൂവ് ചെയ്യണം. ഇനി എക്സിന്റെ ഇമേജ് ആണ് വൈ എന്നൂടെ പ്രൂവ് ചെയ്താൽ എല്ലാ വൈക്കും പ്രീ ഇമേജ് ഉണ്ട് എന്നായി. അപ്പൊ ഇനി എഫ് ഓഫ് എക്സ് കണ്ടുനോക്കാം. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ഏതാണ്? എക്സ് 3y - 2 by y - 1 ആണ്. എഫ് ഓഫ് 3y - 2 ഡിവൈഡഡ് ബൈ y - 1 ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 3y - 2 by y - 1. എഫ് ഓഫ് 3y - 2 by y - 1 എങ്ങനെയാണ്? എഫ് ഓഫ് എക്സ് x - 2 by x - 3. അപ്പൊ എഫ് ഓഫ് എന്ത് കാണണമെങ്കിലും ഇത്രയും സാധനം എക്സിന് പകരം അങ്ങ് എഴുതണം. എഫ് ഓഫ് എക്സ് x - 2 by x - 3 ആണെങ്കിൽ എഫ് ഓഫ് 3y - 2 by y - 1 എങ്ങനെയാണ്? എക്സിന് പകരം ഇത്രയും കൊടുക്കണം. അപ്പൊ എക്സിന് പകരം 3y - 2 ഡിവൈഡഡ് ബൈ y - 1 അങ്ങനെ എഴുതി. -2 അങ്ങനെ തന്നെ എഴുതി. ബൈ എക്സിന് പകരം ഇത്രയും കൊടുക്കണം. 3y - 2 ഡിവൈഡഡ് ബൈ y - 1 പിന്നെ ഒരു -1 -3 എക്സിന് പകരം അങ്ങനെ എഴുതി. ബാക്കി -3. അപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് 3y - 2 by y - 1. എഫ് ഓഫ് ദിസ് എങ്ങനെയാണ്? എഫ് ഓഫ് എക്സില് എക്സിന് പകരം ഇത്രയും കൊടുക്കണം. അപ്പൊ എക്സ് 3y - 2 by y - 1 അങ്ങനെ എഴുതി. -2 അങ്ങനെ തന്നെ എഴുതി. ബൈ എക്സിന് പകരം 3y - 2 by y - 1 ഈ -3യും അങ്ങനെ തന്നെ എഴുതി. ഇനി ഇതൊരു സിംപ്ലിഫൈ ചെയ്യാം. നോക്കാം. ഇവിടെ y - 1 LC എടുക്കാം. അപ്പോൾ ഇവിടെ y - 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 3y - 2 -2 into y - 1 ഹോൾ ഡിവൈഡഡ് ബൈ y - 1 ഇത്രയാണ് ന്യൂമറേറ്റർ വരിക. ബൈ ഡിനോമിനേറ്ററിലും ഇവിടെ y - 1 LC എടുത്തു. y - 1 LC എടുത്താൽ എന്താ വരിക? ഇവിടെ y - 1 LC എടുത്താൽ ഇവിടെ 3y - 2 ഉണ്ട്. 3y - 2 മൈനസ് ഇവിടെ 3 into y - 1 ചെയ്യണം. -3 into y - 1. അപ്പൊ ഇത്രയും ഇതാണ് ന്യൂമറേറ്റർ, ഇതിന്റെ ഡിനോമിനേറ്റർ. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും y - 1 LC എടുത്തു. അപ്പൊ ഈ LCയും y - 1ഉം ഈ y - 1ഉം ക്യാൻസൽ ചെയ്യാം. ബാക്കി ന്യൂമറേറ്ററിൽ എന്താണുള്ളത് നോക്ക്. 3y - 2 -2y -2y -2 into y -2y -2 into -1 plus 2 divided by 3y - 2 3y - 2 -3 into y -3y -3 into -1 plus 3 യൂഷ്വൽ മൾട്ടിപ്ലിക്കേഷനിലൂടെ. അപ്പൊ നമുക്ക് 3 -2 plus 2 ക്യാൻസൽ ചെയ്തു. 3y - 2y y by 3y - 3y ക്യാൻസൽ ചെയ്തു. -2 plus 3 എന്ന് പറഞ്ഞാൽ 1 equal to 1 equal to y. അപ്പൊ f of x എന്താണ്? y ആണ് പ്രൂവ് ചെയ്തു. എക്സിന്റെ ഇമേജ് ആണ് y. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ ജസ്റ്റ് ഏതാണുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യാം. സോ കറസ്പോണ്ടിങ് ടു എവറി എലിമെന്റ് y belong to the codomain, there is an element x equal to 3y - 2 by y - 1 in the domain such that f of x equal to y. അപ്പോ കോഡമൈനിൽ y എന്ന് പറഞ്ഞ എലിമെന്റ് ഉണ്ടെങ്കിൽ അവിടെ x എന്ന് പറഞ്ഞ എലിമെന്റ് ഡൊമൈനിലുണ്ട്. എന്താവുന്ന രൂപത്തിൽ? f of x is equal to y ആവുന്ന രൂപത്തിൽ. So we can say that for every y belong to the codomain there is an element x in the domain such that f of x is equal to y. Therefore the function is onto. അപ്പോൾ അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്താണ്? onto. കോഡമൈനിൽ എല്ലാ എലിമെന്റും പ്രീ ഇമേജ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഫംഗ്ഷൻ എന്താണ്? onto ആണ്. So this function is 1 1 and onto. 1 1 and onto means this function is a bijective function. 1 1 and onto function എന്ന് പറഞ്ഞാൽ എന്ത് ഫംഗ്ഷനാ? bijective function ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തത് 2018 19 20 ഈ 3 വർഷങ്ങളിലും ചോദിച്ചിട്ടുള്ള ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുക. ഞാൻ പറഞ്ഞു ഈ ക്ലാസ്സുകളിൽ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ ബോർഡ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസിനായിരിക്കും. ഇത് ഫുള്ള് കണ്ടിട്ട് ഈ ഫുള്ള് ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ ബോർഡ് എക്സാമിനേഷന് നല്ല മാർക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾക്ക്
ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസിൻ്റെ കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിട്ട് കാണാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ഓക്കെ, ബൈ.